ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും സാരി കളക്ഷൻസിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാരീസാട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ബോട്ടിൽ ഗ്രീൻ കളറാണ്. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ നമുക്ക് ആ ഒരു അത്ര ഭംഗി കാണുന്നില്ല എന്ന് തോന്നുന്നു ഞാനിത് നോക്കുമ്പോൾ. പക്ഷെ അത് ശരിക്കും ഉടുക്കുമ്പോഴത്തേക്കല്ലേ നല്ല രസമാണ്. ലൈക്ക് ഫുൾ ത്രെഡിൻ്റെ വർക്കാണുള്ളത്. അപ്പം ഉടുത്ത് നമ്മൾ എനിക്ക് ഞങ്ങളുടെ ഓഫീസിലുള്ളൊരു കുട്ടി ഉടുത്ത് തന്നതാണ്, ഒരു ചേച്ചി ഉടുത്ത് തന്നതാണ്. അപ്പോൾ ഉടുത്ത് തന്നപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ഇതിൽ ഒതുങ്ങി കിടക്കും. നമുക്കിപ്പം ഊരി വരുമോ അങ്ങനെ ഒന്നുമില്ല, കറക്റ്റായിട്ട് നല്ല രീതിക്ക് ഉടുത്ത. എനിക്കൊന്ന് ഞാൻ ഇന്നത് വരെ ഉടുത്ത സാരിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മാച്ചായി എന്ന് എല്ലാവരും എടുക്കുകയൊക്കെ ചെയ്തതാട്ടോ ഈ ഒരു ഇത്. അത് നല്ല രസമുണ്ട്. നമുക്കത് മടക്കി വെക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതേ സെയിം കളറിൽ തന്നെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു, ബോട്ടിൽ ഗ്രീൻ കളർ. ആക്ച്വലി നേരിട്ട് ഫുൾ എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്, പക്ഷെ വീഡിയോയിൽ അത്ര കിട്ടുന്നില്ല ഇതിൽ. പിന്നെ ഇത് ഞാനൊരു ഓണത്തിന് അങ്ങാണ്ട് മേടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണത്തിന് അങ്ങാണ്ട് എടുത്തതാണ്. മെയിൻലി മറ്റേ ഗ്രീന് കാണിച്ചത് ദീപാവലി സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു. ഇത് നമ്മുടെ ഓണത്തിന് വേണ്ടി എടുത്തതാണ്. ഇതിലൊരു മെറൂൺ കളറ് ബ്ലൗസായിരുന്നു ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ അലമാരിയിൽ ഡ്രസ്സ് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. മീൻസ് നമുക്ക് കുറേ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ വെച്ച ഒരു സാരി കേട്ടോ ഇത്. ഇത് ആക്ച്വലി ഞാൻ എവിടെയും ഉടുത്തിട്ടില്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ല. ഞാൻ അടുത്ത ദീപാവലിക്ക് എങ്ങാനും ഉടുക്കാം എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയ ഏത് ബ്ലൗസ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാനതിങ്ങനെ പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രസമുണ്ട്. പിന്നെ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരി കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ ഉമ്മ തന്നതാണ്. എനിക്ക് തോന്നുന്നു ഉമ്മയുടെ മാമയുടെ ഏതോ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റേഴ്സിനും ഒരേപോലത്തെ സാരി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തതാണ്. ഉമ്മയ്ക്ക് കല്യാണം കൂടാൻ പറ്റിയില്ല, പക്ഷേ അമ്മാമ്മ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മേടിച്ച ഒരു സാരി കേട്ടോ ഇത്. അങ്ങനെ കൊടുത്ത സാരിയാണ്. പക്ഷേ വീട്ടിൽ ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല. ഞാൻ മുമ്പ് കല്യാണത്തിനൊക്കെ മുന്നേ ഉടുത്ത് നമ്മൾ ട്രൈ ചെയ്യത്തില്ലേ, അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നൊരു സാരിയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഒതുങ്ങി കിടക്കുകയും ചെയ്യും, നമ്മൾ സ്ലിമ്മായിരിക്കണ മാതിരി ഇത് ഉടുക്കുമ്പോൾ തോന്നും. പക്ഷെ ഞാൻ ഉടുത്തിട്ടില്ല, ഉമ്മി അങ്ങാണ്ട് ഉടുത്തിട്ട്. പക്ഷെ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഇതും എനിക്ക് തോന്നുന്നു ലുലുവിലെങ്ങാണ്ട് ഓഫറിൽ കണ്ട സമയത്ത് എങ്ങാണ്ട് എടുത്തിയായിരുന്നു. ഇത് ഞാൻ ഒരിക്കൽ എങ്ങാണ്ട് ഉടുത്തതാണ്. മെയിൻലി ദീപാവലിയാണ് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ ഉടുത്തതാണ്. കുഴപ്പമില്ല. ഞാൻ ഫേവറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കും. എൻ്റെ പല്ലു ഫുള്ള് ഗോൾഡൻ കളറാണ്, ഒരു മറ്റേ ബാക്ക് സൈഡ് ഫുൾ ഗോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് സാരി. പക്ഷെ ഉടുത്തപ്പോഴത്തേക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് റെഡി ടു വെയർ സാരി ആക്കിപ്പിച്ച ഒരു സാരി കേട്ടോ ഇത്. മേടിക്കുമ്പോഴേ എനിക്ക് അന്ന് ഉടുത്തു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചടങ്ങ് അത് ഓപ്പൺ ചെയ്യാം. പിന്നെ മടക്കി വെക്കുന്നത് അതിനെക്കാളും ചടങ്ങാണ്. അപ്പം അങ്ങനെ റെഡി ടു വെയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഇവർ ഈ സാരി. അങ്ങനെ എടുത്തൊരു സാരിയായിരുന്നു. ഇതും ഞാനൊരു ഓണത്തിനെടുത്ത സാരി കേട്ടോ. ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാണുന്നൊരു റോസ് അല്ല, ആക്ച്വലി ഒരു മെറൂൺ കളർ, ആ ഒരു കളർ ബ്ലൗസും വെച്ചിട്ടാണ് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നല്ല രസമുണ്ടായിരുന്നു. ഇത് ആ കാണുന്ന മുന്താണി സൈഡിൽ വരുന്ന കേട്ടോ അത്, ആ ഒരു ഗോൾഡൻ ഇത് റെഡി ടു വെയർ അല്ല, പക്ഷെ അന്നാരോ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മായിയമ്മ എന്തോ മേടിച്ചപ്പോൾ ഫ്രീ എങ്ങാണ്ട് കിട്ടിയ സാരിയാണെന്ന് തോന്നുന്നു. എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരത്തെ എടുത്ത് തന്നതാണ്. ഇന്ന് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഇയറിലെങ്ങാണ്ട് ഞാൻ ഓണത്തിന് കൊടുത്തതായിരുന്നു ഇത്. റോസ് കളറ് ബ്ലൗസും കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് കൊടുത്തതാണ് ഞാൻ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൊടുത്തായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം, അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്തപ്പോഴത്തേക്കും അന്ന് അത് രസമുണ്ടായിരുന്നു. അന്ന് പിന്നെ ഫസ്റ്റ് ടൈം സാരി ഉടുക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് ഉടുത്തോണ്ട് പോയതാണ്. കുഴപ്പമില്ല, പക്ഷെ അത്ര നല്ല ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല.
കുഴപ്പമില്ലാത്ത രീതിയിൽ. എന്തോ മേടിച്ചപ്പം ഫ്രീ കിട്ടിയതാണ്, എന്താണെന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. പക്ഷേ രസമുണ്ട് അതിൻ്റെ കൂടെ എടുക്കുമ്പോഴത്തേക്കും. മിക്കതും ഓണത്തിന് തന്നെയാണ് ഞാൻ ഈ സാരി ഉടുക്കാറുണ്ടായിരുന്നത്. പിന്നെ അതേമാതിരി അത് കഴിഞ്ഞിട്ടുള്ള ഓണത്തിനെടുത്തായിരുന്നു. ഇതിലാ മൈപ്പീലിയും അതിൻ്റെ ഓടക്കുഴലും. ഇതൊരു ടിഷ്യൂ സിൽക്കാണ് കേട്ടോ, ആക്ച്വലി ടിഷ്യൂ സാരി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് ഉടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, പക്ഷെ എന്നാലും ഞാനിത് റെഡി ടു വെയർ ആക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഉടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഉടുത്ത് തരണമായിരുന്നു. അതുകൊണ്ട് ഇതും ഞാൻ റെഡി ടു വെയർ ആക്കി പ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 1-2 പ്രാവശ്യം ഞാൻ ഉടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, 2 കമ്പനി ചേഞ്ച് ചെയ്തതനുസരിച്ച്. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കല്യാണത്തിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്ത കൂട്ടത്തിൽ എനിക്കൊരു സാരി എടുത്തുകൊണ്ട് തന്നെ. ഞാനിതുവരെ ഉടുത്തിട്ടില്ല അത്, പക്ഷേ നല്ല രസമാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ടൈപ്പ് സാരി ഇനി അടുത്ത വല്ല ഓണത്തിനും അങ്ങനെ ഉടുക്കേണ്ടി വരും. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സാരി കളക്ഷൻസ് എന്ന് പറയുന്നത്. മെയിൻലി ഓണത്തിനും ദീപാവലിക്കും ഒക്കെ ഉടുത്തത് തന്നെയാണ് എൻ്റെ കയ്യിലുള്ള സാരീസ്. അല്ലാണ്ട് സാരി ഉടുക്കുന്നത് കുറവാണ്. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി?